നമസ്കാരം. 7th ഡേയുടെ മറ്റൊരു എപ്പിസോഡിന് തുടക്കമാവുകയാണ്. ബഹ്റിൻ വാർത്താ വിശേഷങ്ങളിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. UAE എക്സ്ചേഞ്ച് 7th ഡേ, a day to rewind and restart. നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ആദ്യമായിട്ടാ ഇത്ര ദൂരം. ഇല്ല മമ്മ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം. മീഡിയ സിറ്റി അല്ലേ ഇന്റർവ്യൂ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ടാക്സി വന്നിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. No, it's okay. Congrats, Jojikuta, for your new job. How did you know this? Machane, thank you for the job. He's super happy. പോയ വാരത്തിലെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ആദ്യം എക്സ്റേ. നാട് വിട്ടാൽ പ്രവാസികൾക്ക് മറുനാട് പോറ്റമ്മയാണ്. അന്നം തരുന്ന നാട്. പ്രവാസ നാട് ജീവിതവും ലക്ഷ്യബോധവും നൽകുന്നത് ഒരുപാട് പേർക്കാണ്. ഇവിടെ ഇതാ പിന്നിട്ട് പോയ പ്രവാസ ജീവിതത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കുകയാണ് ചിലർ. ബഹ്റൈനിലെ ഓരോ കാഴ്ചകളും ഇപ്പോഴിവർ അത്ഭുതത്തോടെ കാണുന്നു. നാടുവിട്ട പ്രവാസി തിരികെ നാട്ടിലെത്തി കാണുന്ന കാഴ്ചകൾ ആവേശത്തോടെയെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പോറ്റമ്മ നാട് കാണുന്ന ഇവർ അതേ ഉത്സാഹത്തിലാണ്. ഒരിക്കൽ ബഹ്റൈനിൽ പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് മടങ്ങി നീണ്ട ഇടവേളയ്ക്കു ശേഷം തങ്ങളുടെ പോറ്റമ്മ നാട് കാണുവാൻ വീണ്ടും ബഹ്റൈനിലെത്തിയവരാണ് ഈ സംഘം. നാട്ടിൽ ബഹ്റൈൻ റിട്ടേണീസ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ എന്ന മലയാളികളുടെ കൂട്ടായ്മ സ്ഥാപിച്ച് പ്രവർത്തനം നടത്തിവരുന്ന ബ്രെയിൻ എന്ന സംഘടനയിലെ അംഗങ്ങൾ വർഷങ്ങൾക്കിപ്പുറം ഈ പവിഴദ്വീപ് സന്ദർശിക്കുവാൻ എത്തിയതാണിവർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹ്റിൻ റിട്ടേണീസ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞ വർഷം ബഹ്റിനിലെ ക്രൗൺ പ്രിൻസിൻ്റെ കോർട്ടിലെ പ്രസിഡൻ്റായ ഷേഖ് ഖലീഫ ബിൻ ജയ്ദ് അൽ ഖലീഫയ്ക്ക് ബഹ്റിൻ കേരള ഫ്രണ്ട്ഷിപ്പ് അവാർഡ് നൽകി ആദരിച്ചു. അപ്പോൾ ആ അവസരത്തിൽ പുള്ളി 150ഓളം പേരടങ്ങുന്ന നമ്മുടെ സംഘടനയിലെ അംഗങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു 10-15 വർഷമായിട്ട് ബഹ്റിനിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ബഹ്റിനിൽ നിന്ന് തിരിച്ചെത്തിയവരാണല്ലോ. പുതിയ ഡെവലപ്മെൻറ്റ്സൊക്കെ കാണാനായിട്ട് നിങ്ങൾ എന്താ ബഹ്റിനിലൊക്കെ ഒന്ന് വന്നൂടെ എന്നൊരു ആശയം ഇങ്ങനെ വെറുതെ എടുത്തിട്ടു. ആ ആശയം നമ്മളെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. അത് ഡെവലപ്പ് ചെയ്ത് വരികയും പിന്നെ നമ്മൾ കേരള ബഹ്റിൻ സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ തേടി ഞങ്ങൾ കണ്ടെത്തിയത് ഒരു കൾച്ചറൽ സെൻറ്റർ നമുക്ക് തിരുവനന്തപുരം ആസ്ഥാനമാക്കി തുടങ്ങണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ആ ആശയം കൂടുതൽ പരിപോഷിക്കാനായിട്ടാണ് ഞങ്ങളുടെ ഈ സംഘടനയിൽ നിന്ന് ഒരു 15 പേരടങ്ങുന്ന സംഘം ബഹ്റിനിലേക്ക് എത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്കപ്പുറമുള്ള ബഹ്റൈൻ ജീവിതം ഓർത്തെടുക്കുമ്പോൾ ഓരോരുത്തർക്കും നിരവധി കാര്യങ്ങളാണ് പറയുവാനുണ്ടായിരുന്നത്. 1955 ബഹ്റൈനിലെത്തി 1994 നാട്ടിലേക്ക് മടങ്ങിയ PT തോമസ് ആണ് സംഘത്തിലെ മുതിർന്ന അംഗം. ജൂലൈ 17 ഷിപ്പിൽ ഇവിടെ ബാബൽ ബഹ്റിൻ അവിടെ ലാൻഡ് ചെയ്തു. 38 വർഷം ബാപ്കോയിൽ ഫീൽഡ് എഞ്ചിനീയറായിട്ടും മറ്റും ജോലി ചെയ്തു. മലയാളി സംഘടനകൾ അധികം സജീവമല്ലാതിരുന്ന കാലം എങ്കിലും എണ്ണത്തിൽ കുറവായിരുന്ന മലയാളികൾക്കിടയിൽ സഹകരണവും ഐക്യവും ഒരുമയും കൂടുതലായിരുന്നുവെന്ന് ഓർത്തെടുക്കുന്നു ഇവർ. സ്കൂളുകളും എണ്ണത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. മലയാളികൾക്കിടയിലും AC ഉള്ളവർ കുറവ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രതിസന്ധികളിലും പിടിച്ചുനിന്ന് ജീവിതം കരുപ്പിടിപ്പിച്ചതിന്റെ ആത്മവിശ്വാസം കാണാം ഇവർ ഓരോരുത്തരുടെയും മുഖത്ത്. ഞാനിവിടെ 1989 മുതൽ 25 കൊല്ലം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഈ നാട്ടുകാരായ ബഹ്റൈനീസിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. 2.5 വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന എന്നെ സ്വീകരിക്കാൻ എൻ്റെ പഴയ ബഹ്റൈനി സുഹൃത്തുക്കളുണ്ടായിരുന്നു. 21 വർഷങ്ങൾക്ക് ശേഷം ബഹ്റൈനിൽ മടങ്ങിയെത്തിയപ്പോൾ കാണുന്ന ഈ സുഹൃത്തുക്കളുടെ സ്നേഹവും ഒക്കെ വളരെ വളരെ ഹൃദയസ്പർക്കാണ്. ഇന്നുയർന്നിരിക്കുന്ന പല കെട്ടിട സമുച്ചയങ്ങളും ഈ സംഘാംഗങ്ങളിൽ പലരും ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നിർമ്മിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ ബഹ്റൈൻ്റെ ഓരോ വളർച്ചയും ഇവരിൽ സന്തോഷം ജനിപ്പിക്കുന്നു. അന്നുള്ള ബഹ്റിനും ഇന്നുള്ള ബഹ്റിനും തമ്മിൽ നോക്കുമ്പോൾ വ്യാസത്തിൽ പണ്ടത്തെ ഇരട്ടിയിലധികം ഇന്ന് വ്യത്യാസമുണ്ട്. അന്ന് നോക്കുമ്പോൾ ഈ നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ സ്ഥലമൊന്നുമില്ല. നെയിം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം കടലായിരുന്നു. അതുപോലെ ബഹ്റിൻ എയർപോർട്ടിൻ്റെ പുറകെ ശകലം കൂടെ സ്ഥലം ഗലാലി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം യാതൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ പോയ
ഡ്രാഗൺ സിറ്റി എന്ന് പറയുന്നത് അവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററോളം അപ്പുറം അതുപോലെ ഡെവലപ്പ് ഉണ്ടായിരിക്കുന്ന ആ ഏരിയ. അതുപോലെ ഇന്നലെ ഞങ്ങൾ ദൂരത്തൽ ബഹ്റൈനിൽ പോയി. ആ സ്ഥലം മുഴുവൻ കടലായിരുന്നു, അസ്കറിനപ്പുറയോട്ട് സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അതിശയിച്ചു പോയി. ഇത്ര വലിയൊരു ചേഞ്ച് ഈ ബഹ്റൈനിലെ പ്രദേശത്ത് ഉണ്ടായെന്നുള്ളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. ബ്രെയിനിന്റെ ബഹ്റൈൻ കോർഡിനേറ്റർ മോഹൻകുമാറാണ്. ബഹ്റൈനിലെ തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ അനന്തപുരി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും ഇപ്പോൾ ബ്രെയിനിലെ അംഗങ്ങളാണ്. തിരുവനന്തപുരം സ്വദേശികൾക്കൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരും ബഹ്റൈൻ റിട്ടേണീസ് ആൻഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമാകണമെന്നാണ് ആഗ്രഹമെന്നും ഇവർ പറയുന്നു. ഇന്നിപ്പോൾ നിലവിൽ ബഹ്റൈനിൽ റെസിഡൻസ് പെർമിറ്റുള്ളവരും സംഘടനയുടെ ഭാഗമായുണ്ട്. ബഹ്റൈനിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സോമൻ ബേബിയാണ് സംഘടനയുടെ പേട്രൺ. പ്രകടിപ്പിക്കാത്ത സ്നേഹമല്ല എന്ന് പറയാറുണ്ട്. തിരുവനന്തപുരത്ത് ആസ്ഥാനമായ ഈ ബഹ്റൈൻ റിട്ടേണീസ് ആൻഡ് റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ചോളം അവർ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ആരോടാണെന്നറിയാമോ ഈ സ്നേഹം? അവർ ജീവിച്ച ബഹ്റൈനോട്. കാര്യം പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കാർ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും അവരാരും ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് 25 വർഷം മുമ്പാണ് ഇവർ ഇങ്ങനൊരു അസോസിയേഷന് രൂപം കൊടുത്തത്. ബഹ്റൈൻ്റെ നാഷണൽ ഡേ ഉൾപ്പെടെ എല്ലാ സെലിബ്രേഷനും അവരെല്ലാ വർഷവും കഴിഞ്ഞ 25 വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഭാവിയിൽ പല സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ ബ്രെയിൻ തയ്യാറെടുക്കുകയാണ്. ബഹ്റൈനിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് മെയ് 17 സംഘം മടങ്ങി. മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട മിടുക്കി പെണ്ണ്, മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ്. പാട്ടുകാരുടെ സ്വരം നമ്മെ ആകർഷിക്കും വിധം പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു സൗണ്ട് എഞ്ചിനീയറുടെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് പേരാണ്. ഇന്നത്തെ വ്യക്തിവിശേഷത്തിൽ അത്തരത്തിൽ ഒരു സൗണ്ട് എഞ്ചിനീയറെ നമുക്ക് പരിചയപ്പെടാം. ഇത് കോട്ടയം സ്വദേശിയായ സൈബു സൈമൺ. ഒരു മികച്ച സൗണ്ട് എഞ്ചിനീയറാണ് സൈബു. ലോകപ്രശസ്ത ബാൻഡായ ഹിൽസോങ് ബഹ്റൈനിലൊരുക്കിയ സംഗീത പരിപാടിയുടെ ശബ്ദമിശ്രണത്തിനായിട്ടാണ് സൈബു ബഹ്റൈനിലെത്തിയത്. വ്യക്തിവിശേഷത്തിൽ ഇന്ന് സൈബു സൈമൺ. ബഹ്റൈനിൽ ഹിൽസോങ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ബാൻഡ്, അവർ ഈ രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക്കൽ ബാൻഡാണ്. അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടുമായിട്ട് ചേർന്നാണ് ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ എത്തിയത്. അങ്ങനെ ഈ ക്യാമറയ്ക്ക് മുന്നിലും വന്ന് നിങ്ങളെ കാണുവാൻ ഉള്ള അവസരം ഉണ്ടായി. റസൂൽ പൂക്കൂട്ടി ഓസ്കാർ നേടിയതോടെയാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന ശാഖയെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് പറയാം. സിനിമ, ടെലിവിഷൻ, പരസ്യം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ അനിവാര്യമായ ഒരു മേഖലയാണിതെന്നും നിസ്സംശയം പറയാം. കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് ബോംബെയുടെ മധ്യത്തിൽ തന്നെ എന്ന് പറയാം, അന്തേരി ഏരിയയിൽ ഞങ്ങൾക്ക് 2 സ്റ്റുഡിയോ ഉണ്ട്. ഇത് പോപ്പ് മ്യൂസിക് ഇന്ത്യയിലേക്ക് വന്ന് ഇറങ്ങിയ സമയമുള്ള സ്റ്റുഡിയോകളാണ്. ഡിജിറ്റൽ വേൾഡിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ്പാണ് ഈ സ്റ്റുഡിയോ. ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ എല്ലാ പോപ്പ് സോങ്സും ഈ സ്റ്റുഡിയോയുടെ മിക്സിംഗ് മാസ്റ്ററിങ്ങിലൂടെ പുറത്തു വന്നതാണ്. അതിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്നു. ഫോർ എക്സാമ്പിൾ സോനു നിഗം, ഹരിഹരൻ സാറ്, ശങ്കർ മഹാദേവൻ, കെ സുനിധി, അൽക്ക യാഗ്നിക് എന്ന് വേണ്ട ഇന്ന് പേരെടുത്താൽ നമ്പർ 1 ശ്രേണിയിൽ നിൽക്കുന്ന എല്ലാ സിംഗേഴ്സിൻ്റെയും ആദ്യ ആൽബം ഈ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അതിനുള്ള അവസരം എനിക്കുണ്ടായി. ഒട്ടേറെ പ്രമുഖരുടെ സംഗീത പരിപാടികളിൽ ശബ്ദം നിയന്ത്രിക്കാനുള്ള ഭാഗ്യം സൈബുവിനെ തേടിയെത്തിയിട്ടുണ്ട്. പുതിയ ഒരുപാട് പേർ ഈ മേഖലയിലേക്ക് ആകൃഷ്ടരായി എത്താറുണ്ടെന്നും പറയുന്നു ഇദ്ദേഹം. ഞാൻ ബേസിക്കലി മ്യൂസിക്കുമായിട്ട് ചേർന്നാണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മ്യൂസിക്കായിരുന്നു ഇമ്പോർട്ടൻസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ കിട്ടിയ ഒരു പരിശീലനം, അന്ന് ചെറുപ്പകാലങ്ങളിൽ കിട്ടിയ പരിശീലനം, അത് കോളേജിലേക്ക് വളർന്നു. അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡ് അന്നത്തെ സമയം 90s ഞങ്ങൾക്ക് പലയിടത്തും പോയി പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്ന അന്നത്തെ അധ്യാപകർ. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പക്ഷേ ഇന്ന് അത് എത്തിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ളൊരു സിംഗർ മിസ്റ്റർ ഹരിഹരൻ സാറിനോടൊപ്പമാണ്. ഹരിഹരൻ സാറിൻ്റെയും സാക്കിർ ഹുസൈൻ സാറിൻ്റെയും ബാൻഡുമായിട്ട് ചേർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പോയി പെർഫോം ചെയ്യാറുണ്ട്. അഭിരുചിയും താല്പര്യവുമാണ് ഒരു സൗണ്ട് എഞ്ചിനീയർ ആകാൻ വേണ്ട പ്രധാന യോഗ്യതയെന്ന് പറയുന്നു സൈബു സൈമൺ. ഇതൊരു ജോലി രീതിയിലായിട്ട് ഒരിക്കലും ഞാനിതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഓൺ ദ പാഷൻ. ഇതൊരു ജോലിയല്ല. ഇത് നിങ്ങളുടെ ആഗ്രഹം,
നിങ്ങൾ ഇതിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായെങ്കിൽ ആ കോൺഫിഡൻസ് നിങ്ങളെ ഇവിടെ വരെ കൊണ്ടെത്തിക്കും. ബിക്കോസ് ഇതൊരു സെക്യൂർഡ് ജോലി അല്ല. ഇത് 100% പാഷനേറ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനും മ്യൂസിക് ലവേഴ്സിനും ലിസണേഴ്സിനും വേണ്ടിയുള്ളൊരു ജോബാണ്. അതുകൊണ്ട് ഇതൊരു ജോലിയായിട്ടോ 10 മുതൽ 4 വരെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളമായിട്ടോ ഇതിനെ കാണരുത്. നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച ഒരു പാഷനേറ്റ് അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. ഉള്ളിൽ സംഗീതാഭിരുചിയുണ്ടെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ കൂടുതൽ തിളങ്ങാൻ സാധിക്കുമെന്ന് പറയുന്ന സൈബു ഈ രംഗത്തെ മാറ്റങ്ങൾ അനുദിനം വീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മികവും മികവാർന്ന പരിചയസമ്പത്തുമായി ഈ കലാകാരൻ മുന്നോട്ടുള്ള യാത്ര തുടരുന്നു. Are you aspiring to become an engineering or a medical student? We have good news for you. Indian Excellent Educational Center has started for the first time in Bahrain. IEEC has regular and weekend classes for entrance aspirants and skill development entrance-oriented programs in science and mathematics for students of grades 9 and 10. This program features latest technologies like virtual classrooms and video conferences with Professor P.C. Thomas and his team of faculty members in Thrissur, Kerala. For more details, visit our website. ബഹ്റൈൻ പോയ വാരത്തിൽ മാതൃത്വത്തിന്റെ മഹനീയ ഭാവമായ അമ്മ എന്ന വാക്കിന്റെ മഹത്വം വിളിച്ചോതുന്ന ദിനമാണ് മാതൃദിനം. പോയവാരം മാതൃദിനത്തിൽ അൽഹിലാൽ ആശുപത്രിയുടെ മുഹറക് ശാഖയിൽ അമ്മമാരെ ആദരിച്ചു. ബഹ്റൈനിലെ ആതുര ശുശ്രൂഷ രംഗത്തെ പ്രശസ്ത നാമമായ അൽഹിലാൽ തങ്ങളുടെ മുഹറക്കിലെയും റിഫയിലെയും ബ്രാഞ്ചുകളിലാണ് മാതൃദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചത്. മുഹറക് ബ്രാഞ്ചിൽ അരങ്ങേറിയ ചടങ്ങിൽ പോയ ഒരു വർഷക്കാലയളവിൽ അൽഹിലാൽ ആശുപത്രിയിൽ ഡെലിവറി നടന്ന അമ്മമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 12 പേരെയാണ് ആദരിച്ചത്. എൻ്റെ ഡെലിവറി ഇവിടെ 10 മാസം മുമ്പ് കഴിഞ്ഞതാണ്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവിടെ മദേഴ്സ് ഡേയുടെ പരിപാടി ഇവർ ഓർഗനൈസ് ചെയ്തു. ഇറ്റ് വാസ് നൈസ് മൊമെൻറ്റ് ദാറ്റ് ദേ ആർ അപ്രിഷിയേറ്റിംഗ് അസ്. ദേ ആർ കോളിംഗ് അപ്പോൺ സച്ച് മൊമെൻറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് പ്രൈഡ് ഫോർ അസ്. സോ താങ്ക് യു ഫോർ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഫോർ ഓർഗനൈസിംഗ് സച്ച് എ ഗ്രേറ്റ് വെഞ്ചർ. ചടങ്ങിൽ ഇവർക്ക് ആശുപത്രിയുടെ വക ഗിഫ്റ്റ് വൗച്ചേഴ്സും ഉപഹാരങ്ങളും കൈമാറി. അമ്മമാർക്ക് വേണ്ടി ഒരു ദിവസം മാത്രം സംഘടിപ്പിച്ചാൽ പോരാ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഓരോ ദിവസവും അമ്മമാർക്ക് ഉള്ളതാണ്. കാരണം അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, അവർ നമ്മൾക്ക് ചെയ്ത ത്യാഗത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈ നൽകുന്ന ഈ സ്നേഹം ഒരു ദിവസം കൊണ്ട് പോരാ, അത് വർഷം മുഴുവൻ നൽകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഒരു ദിവസമെങ്കിലും അമ്മമാരെക്കുറിച്ച് നമുക്ക് ഓർക്കുവാൻ ഇങ്ങനെയുള്ള ഒരു ദിവസം ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട്, ഒരു വലിയ സല്യൂട്ട് അമ്മമാർക്ക് നേർന്നുകൊണ്ട്. ചടങ്ങിൽ ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ സായി ഗിരിധർ, മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ്, റീജിയണൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആസിഫ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫ്രാങ്കോ, പീഡിയാട്രീഷ്യന്മാരായ ഡോക്ടർ റിയാസ്, ഡോക്ടർ ശ്യാം, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മൈഥിലി എന്നിവരും ഹോസ്പിറ്റൽ ജീവനക്കാരും പങ്കെടുത്തു. ബഹ്റൈൻ കേരളീ സമാജം DC ബുക്സുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 4ാമത് അന്തർദേശീയ പുസ്തകമേളയ്ക്കും സാംസ്കാരികോത്സവത്തിനും പോയവാരം കേരളീ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ തുടക്കമായി. ലോകപ്രശസ്ത സാഹിത്യകാരനും മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമായ ശശി തരൂരാണ് മേള ഉദ്ഘാടനം ചെയ്തത്. While I was apologizing for some of our more time-consuming activities, he was totally unbothered. He said, "No, these are all familiar people to me." ചടങ്ങിൽ സാമ്രാജ്യത്വത്തിന്റെ ഇരുണ്ട യുഗം എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു. ശശി തരൂരിന്റെ ഇറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയുടെ പ്രകാശനം ഹിസ് റോയൽ ഹൈനസ് ക്രൗൺ പ്രിൻസ് സ്കോട്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ ദേജ് അൽ ഖലീഫ നിർവഹിച്ചു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ആനന്ദ് പ്രകാശ്, സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, രവി DC, സമാജം ജനറൽ സെക്രട്ടറി വീരമണി, സാഹിത്യ വിഭാഗം സെക്രട്ടറി KC ഫിലിപ്പ്, കൺവീനർ D സലീം, മറ്റു പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സാഹിത്യ ക്യാമ്പ്, ക്വിസ്
ക്വിസ് മത്സരം, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, ശില്പശാലകൾ എന്നിവയും നടക്കും. ഇന്ത്യ അറ്റ് 70, BKS അറ്റ് 70 ആഘോഷങ്ങളുടെ ഭാഗമായി 1.5 വർഷം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളാണ് സമാജം ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടക്കമായാണ് ശശി തരൂരിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചതെന്നും സമാജം ഭാരവാഹികൾ പറഞ്ഞു. മെയ് 17 മുതൽ 27 വരെ നടക്കുന്ന പുസ്തകോത്സവത്തിൽ പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ, BS വാര്യർ, KS രവികുമാർ, മനോജ് കുറൂർ, മുരുകൻ കാട്ടാക്കട തുടങ്ങിയവർ ഒക്കെ മുഖ്യാതിഥികളായെത്തും. ഒറ്റ ചോദ്യത്തിന് എത്രയോ രസകരമായ ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നർമ്മമുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ചോദ്യവും ഒരുപാട് ഉത്തരങ്ങളും. ഇനി കാണാം ബ്രോസ്റ്റഡ് ലാൻഡ് ഒറ്റ ചോദ്യം. Broasted Land, the real taste of broasted. Fresh, mouth-watering, yummy. Extra crispy, spicy. Great choice. Broasted Land, the real taste of broasted. നമസ്കാരം. ബ്രോസ്റ്റഡ് ലാൻഡ് ഒറ്റ ചോദ്യവുമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു സൽമാനിയയിലെ ഒരു ഗള്ളിയിലാണ്. ഇവിടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കളുള്ള ഏരിയയാണ്. നമുക്കിവിടെ ചോദ്യവുമായി പോകാം. നമ്മുടെ ചോദ്യം ഇന്നത്തേതാണ്. പുഷ്പിച്ചു കഴിഞ്ഞാൽ വിളവ് കുറയുന്ന ഒരു സസ്യമുണ്ട്, അത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന് ഉത്തരം ഇവിടെ ആരെങ്കിലും പറയാൻ നോക്കാം. നമുക്ക് നോക്കാം. വരൂ. ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ പേരെന്താ? ഉമേഷ്. ഉമേഷ്. നാട്ടിൽ? കണ്ണൂരുകാരൻ ഉമേഷാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ചോദ്യം ഇതാണ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യമുണ്ട്. കണ്ണൂരൊന്നും അങ്ങനത്തെ ഒരു സസ്യം ഉള്ളതായിട്ട് അറിവില്ല. അറിയില്ല. മിനാസ്. നാട്ടിൽ? കണ്ണൂരാണ്. അപ്പോൾ മിനാസിനോട് ചോദ്യം. പുഷ്പനല്ല, പുഷ്പിച്ചാൽ വിളവ് കുറയുന്നത്. വിലയല്ല, വിളവ് കുറയുന്നു. ഇല്ല. എന്താ പേര്? റൈസൺ വർഗീസ്. എത്ര പേരായത്? റൈസൺ. നാട്ടിൽ അങ്കമാലി സ്വദേശിയാണ്. അങ്കമാലിക്കാരനാണ്. ഓക്കെ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം. അങ്കമാലി ഭാഗത്തൊക്കെ അങ്ങനെ ഒരു സസ്യം ഉണ്ടാവും? അറിയില്ല. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കൂണോ? ചോദ്യം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യമാണ്. എനിക്കറിയത്തില്ല. അങ്ങനെ സംഭവമില്ല. എൻ്റെ പേരെന്താ? അനിൽ. രക്ഷയില്ല. സുഖം നാട്ടിൽ? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യമുണ്ട്. വിളവ് കുറയും. എന്താ സംഭവം? പരിപ്പടയാ? പുഷ്പിക്കത്തില്ല. രക്ഷയില്ല. എന്താ പേര്? ഷമീർ. നാട്ടിൽ? കണ്ണൂരുകാരൻ ഷമീറാണ്. ഉഷാറായിട്ട് പോകും കച്ചവടമൊക്കെ. പിന്നെ ചോദ്യം. പുഷ്പിച്ചാൽ വിളവ് കുറയും ഈ സസ്യം. അങ്ങനെ ഒരു സസ്യമുണ്ട്. കേട്ടോ? എന്തോ ക്ലൂ ആയിട്ട് എന്തെയ്യുന്നുണ്ടോ? ഒരു സസ്യമാണ്. അതല്ല, എന്തോ ക്ലൂ എന്നാലും നമുക്ക് പറയാൻ പറ്റുമോ? പുഷ്പിച്ചാൽ വിളവ് കുറയും. മുള. വിളവ് കുറയും. നാട്ടിൽ മുളക്കച്ചവടമൊക്കെ ഉണ്ടോ? ഇല്ല, കച്ചവടമൊന്നുമില്ല. പേരെന്തായിരുന്നു? മാത്യു. സന്തോഷം. പേര്? അറിയില്ല. പേരറിയില്ല. പേര് പ്രബീൻ. നാട്ടിൽ കന്യാകുമാരി. നമ്മുടെ ബോർഡർ. ഓക്കെ. സുഖം തന്നെ. അപ്പം നമ്മുടെ ചോദ്യം കേട്ടല്ലോ. ഉത്തരവുണ്ടോ? നാട്ടിലെ തുമ്പവൻ. പേര് പറഞ്ഞത്? അജി തുമ്പവൻ. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഓർമ്മയിലില്ല. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമായിട്ട് നമ്മൾ ഈ സൽമാനിയിൽ കിടന്ന് കറങ്ങുകയാണ്. ഇതുവരെ പുഷ്പിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നു. എന്താ പേര്? എൻ്റെ പേര് റോഷൻ. നാട്ടിൽ ആലപ്പുഴക്കാരൻ റോഷൻ. റോഷനോടൊരു ചോദ്യം. പുഷ്പിച്ചു കഴിഞ്ഞാൽ വിളവ് കുറയുന്ന ഒരു സസ്യമുണ്ട്. അങ്ങനെ സസ്യം ആലപ്പുഴയിലൊക്കെ ഉണ്ടോ? അറിയാമോ? അറിയാം. എന്താണ് അത് കരിമ്പ്. ഉത്തരം ശരിയാണ്.
ബ്രോഷറിലാൻഡ് ഒറ്റ ചോദ്യത്തിൻ്റെ ഇത്തവണത്തെ ചോദ്യം നമ്മുടേത് പുഷ്പിച്ചു കഴിഞ്ഞാൽ വിളവ് കുറയുന്ന സസ്യമേത് എന്നുള്ളതായിരുന്നു. അവിടെ നമുക്ക് ഉത്തരം നമ്മുടെ റോഷൻ ബായ്, ആലപ്പുഴക്കാരനായ റോഷൻ ബായ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെസ്റ്റാർ നൽകുന്ന ഒരു സമ്മാനം റോഷൻ ബായ്ക്ക് കരിമ്പിൽ കൂടി നിങ്ങൾക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് കൈഡ് കൊടുക്കാം റോഷൻ ബായ്ക്ക്. തീർച്ചയായിട്ടും വെസ്റ്റാറിൻ്റെ ഒരു വാച്ച് ഉണ്ട്. താങ്ക് യു ഡിയർ. താങ്ക് യു. സത്യസന്ധം, സ്വാതന്ത്ര്യം, സുശക്തം, സമത്വം, സാന്ത്വനം, സസ്നേഹം. ന്യൂസ്, ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെ സായാഹ്ന സ്വതന്ത്ര ദിനപത്രം. വാർത്തകൾ നൽകാൻ 17579897, വരിക്കാരാകാൻ 17579869, പരസ്യം നൽകാൻ 17579915. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത്. ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. 24 മണിക്കൂറും സേവനം നൽകാൻ സജ്ജമായ അത്യാഹിത വിഭാഗവും ഫാർമസിയും. സേവന സന്നദ്ധരായി പ്രഗത്ഭ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും, കൂടാതെ നിരവധി വിഭാഗങ്ങളും ആധുനിക സൗകര്യങ്ങളോടെയുള്ള കാർ പാർക്കിംഗും. മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ, മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്റർ, കിങ്ഡം ഓഫ് ബഹ്റൈൻ. ട്രസ്റ്റഡ് ഹെൽത്ത് കെയർ ഫോർ ലൈഫ്. ഞങ്ങളുടെ ഈ കരുതൽ നിങ്ങൾക്ക് സാന്ത്വനമാകുമ്പോൾ. തൊട്ടടുത്ത് ഇന്നും ഒരു വിശിഷ്ടാതിഥിയുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത്. കളരിയുടെ ഈറ്റില്ലമായ കടത്തനാട്ടിൽ കളരി അഭ്യാസത്തിന് പ്രായം തടസ്സമല്ലെന്ന് തെളിയിച്ച വനിത. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മീനാക്ഷിയമ്മ. ഇന്ന് തൊട്ടടുത്ത് പത്മശ്രീ മീനാക്ഷിയമ്മയാണ്. അമ്മേ, സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സെവൻത് ഡേയിലേക്ക്. ഒരു പുരസ്കാരത്തിൻ്റെ നിറവിലാണ് ഇപ്പോൾ അമ്മ, പത്മശ്രീ പുരസ്കാരം. ശരിക്കും ഈ ഒരു പുരസ്കാരം സ്ത്രീത്വത്തോടും ഒപ്പം ആയോധന മുറയായ കളരിയോടുമുള്ള ഒരു ആദരവായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? ഈ പുരസ്കാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനോ എൻ്റെ കുട്ടികളോ എൻ്റെ ശിഷ്യന്മാരോ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇങ്ങനൊരു പത്മശ്രീ വരും, കിട്ടും, അങ്ങനൊരു നമ്മളൊരു ചിന്ത വേണ്ടേ. കുറേ കഴിച്ചാൽ നമുക്കൊരു പത്മശ്രീ കിട്ടും എന്നൊരു ചിന്ത പോലും നമ്മളാരും അതേപ്പറ്റി ഓർത്തിട്ട് പോലുമില്ല. ജനുവരി 25 വൈകുന്നേരമാണ് ഈ വിവരം അറിയുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഓട്ടമേ ഓട്ടം തന്നെ. ഒരുപാട് സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു, അല്ലേ? ഭയങ്കര സ്വീകരണം. ഒപ്പം വായിച്ചറിയാൻ പറ്റി ഒരു സ്വീകരണ ചടങ്ങിൽ തൊട്ടപ്പുറത്തിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ആ സ്വീകരണ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ അമ്മയെ നമുക്ക് മാതൃകയാക്കാന്നാണ്, അല്ലേ? എങ്ങനെ ഓർക്കുന്നതൊക്കെ? ഭയങ്കര സന്തോഷം തോന്നി. സച്ചിനടുത്ത് സച്ചിനാരാ നമ്മളാരാ, സച്ചിനടുത്ത് നിന്ന് ഷെയ്ക്കന് തന്ന്. പക്ഷേ ഷെയ്ക്കനോട് അയാൾ എൻ്റെ കയ്യാണ് നോക്കുന്നത്. എന്തോ കളരി കളിച്ച കയ്യോ എന്തോന്നായിരിക്കും. വളരെ സന്തോഷം തോന്നി. നല്ലൊരു മയം. അമ്മ 7ാം വയസ്സിൽ ആരംഭിച്ചതാണ് കളരിയുമായിട്ടുള്ള ഒരു ബന്ധം. അതെ. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അധികം കടന്നു വരാത്ത ഒരു മേഖലയായിരുന്നിരിക്കാം ഇത്. വീട്ടുകാരിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ അമ്മയ്ക്ക്? ഞാൻ 6ാം വയസ്സ് 1ാം ക്ലാസ്സിൽ, അന്ന് 5 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ് വെച്ചത്. ഇന്നത്തെ മാതിരി UKG LKG ഒന്നുമില്ല. 5 വയസ്സ് പൂർത്തിയായി 1ാം ക്ലാസ് ചേർക്കും. അപ്പോഴേ ഡാൻസിൽ നല്ല കമ്പായിരുന്നു. ഡാൻസാണ് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പോൾ ഈ 1ാം ക്ലാസ് നല്ലപോലെ ഡാൻസ് കളിച്ചപ്പോൾ ഡാൻസ് മാസ്റ്റർ പറഞ്ഞു, ഇവിടെ അടുത്തൊരു കളരി തുടങ്ങുന്നുണ്ട്, നമുക്ക് ഇവിടെ അവിടെ കൊണ്ടുപോയി ചേർക്കുക. അങ്ങനെയാണ് അച്ഛൻ എന്നെ 7ാം വയസ്സിൽ കടത്തനാട് കളരി സംഘത്തിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. നൃത്തം വിട്ടുപോരുന്നുണ്ടോ? ഇല്ല, ഡാൻസും രണ്ടും കൂടെ കളിച്ചു. ഞാനും എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുണ്ട്, കൂടെ ഒരു 5-6 പെൺകുട്ടികളുണ്ട് അന്നത്തെ കാലത്ത്. അവരൊക്കെ ഒരു 13 വയസ്സ് വരെ കളിച്ച് പിന്നെ നിർത്തി. ഞാൻ അവിടെ തന്നെയായി. പെൺകുട്ടികൾ 13 വയസ്സ് വരെ പഠിക്കാവുന്നുണ്ടോ അതോ? അങ്ങനെയില്ല. അന്നത്തെ രക്ഷിതാക്കന്മാർക്ക് പ്രായപൂർത്തിയായ പിന്നെ കളരിയിൽ പറഞ്ഞേക്കൂല എന്നുള്ളൊരു അതാണ് ഇതിൻ്റെ. പക്ഷേ ഞാനവിടെ തന്നെയായി. 17 വയസ്സിലെ ഡാൻസും കളരിയും ഒരുമിച്ച് കൊണ്ടുപോയി ഗുരുക്കൾ എന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ കളരിയിൽ നിന്ന് പ്രേമിച്ചതാണോ? പ്രേമം ഉണ്ടായിരുന്നോ സത്യത്തിൽ? പ്രേമം എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആശ കണ്ടാൽ പ്രേമിക്കാൻ പറ്റുന്നില്ല. ഓരോ ഭയങ്കര സ്ട്രോങ്ങാണ്. 17ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അവിടെ തന്നെയായി. ഇപ്പോൾ 75 വയസ്സായി. കളരിയിൽ തന്നെ ആയതുകൊണ്ട്, കളരി വിട്ട് എങ്ങോട്ടും പോകാത്തത് കൊണ്ട്
ഇന്ന് ഈ നിലയിലെത്തി. അമ്മ 7-ാം വയസ്സിൽ ആരംഭിച്ചതാണ് കളരിയുമായിട്ടുള്ള ഒരു ബന്ധം. ഇപ്പോൾ 75-ാം വയസ്സിലും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ ഈ ഒരു രംഗത്ത് ഇങ്ങനെ തുടരുന്നതിൽ? അസുഖമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. എന്തായാലും മനുഷ്യനല്ലേ, അല്ലറ ചില്ലറ അസുഖമൊക്കെ ഉണ്ടാകില്ല. പക്ഷെ അതിനൊക്കെ നേരിടാനുള്ള കഴിവുണ്ടാവും. ആയുർവേദം, കൂടുതലായിട്ട് ആയുർവേദം. നമ്മളെ കളരിയിൽ നിന്ന് കുഴമ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കാം. മുക്കൂട്ടാണ് ഫസ്റ്റിൽ. പിന്നെ വേദനയൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് ഒഴിച്ചലിന് വരുന്നുണ്ട്. കളരിയിലല്ലാത്ത കൂട്ടർ പുറമേ നിന്ന് ആൾക്കാർ ദൂരസ്ഥലങ്ങളിലൊക്കെ വരും. പാദസംബന്ധമായിട്ട് നിലയിൽ പൊട്ടിയിട്ട് നേർക്കായാൽ അതിന് ഒഴിച്ചെടുക്കണം. അത് കളരിയിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കും. അതിന് അതിൻ്റേതായ അനുസരിച്ചുള്ള തൈലങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുക. കടത്തനാട് കളരി സംഘം എന്നാണ് അമ്മയുടെ കളരി സംഘത്തിൻ്റെ പേര്. അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അമ്മ? കേട്ടിട്ടുണ്ട് ഫീസ് വാങ്ങാറില്ല, ദക്ഷിണ മാത്രമേ നമ്മളവിടെ സ്വീകരിക്കാവൂ എന്ന്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ തുടക്കം ഒന്ന് വിശദീകരിക്കാമോ? മാഷാണ് ഇതൊക്കെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ പണ്ട് കാലത്ത് ഓലയാണ് കളരി. ഇന്ന് നല്ല അമ്പലന്മാർ നല്ല റെഡി ആയിട്ടുണ്ട്. അന്ന് കളരി കെട്ടാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. ഈ 700 മടൽ ഓല വേണം ഈ കളരി മേഞ്ഞു കൊണ്ടിരുന്നത്. 64 അടി നീളവും 32 അടി വീതിയുമുള്ള ആ കളരി. അത്രയും നീളവും വീതിയുള്ള കളരി വേറെ ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷേ അറിഞ്ഞിടത്തോളം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഈ 67 വർഷം 60 വർഷം മാഷുണ്ടായിരുന്നു. 7 വർഷമായി നമ്മളെ വിട്ടു പോയിട്ട്. പക്ഷേ അവസാന നിമിഷം കളരി ഒരു കടാവിളക്കായി സൂക്ഷിക്കണം. അതിപ്പോഴും കടാവിളക്കായി സൂക്ഷിക്കണം. കളരിയുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അതിൻ്റെ ചിട്ടക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്? രാവിലെ 5 മണിക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ട് ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ കളരി ഇപ്പം സമാപനം കഴിഞ്ഞാലും കുറേ ഡോക്ടർമാരുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, അവരുടെ ഭാര്യമാർ, പുറത്തുള്ള ആൾക്കാർ, ഒരുപാട് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല, അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് രാവിലെ വന്ന് കളിച്ചു പോകുന്നുണ്ട്. അത് മോൻ രാവിലെ പോവും, 5 മണിക്ക് പോവും, 7:30 കയറും. പത്മശ്രീ മീനാക്ഷി അമ്മയുമായുള്ള അഭിമുഖ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വാരം വീണ്ടും നമുക്ക് തുടരാം. 7th ഡേയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. രസകരമായ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. news@room32wll.com എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ 38444690 എന്ന വാട്സപ്പ് നമ്പറിലൂടെയോ. പരസ്യങ്ങൾ അറിയിക്കേണ്ട നമ്പർ 38444694. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. UAE എക്സ്ചേഞ്ച് 7th ഡേ, a day to rewind and restart. 7th ഡേ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് UAE എക്സ്ചേഞ്ച്, ബ്രൂസ്റ്റഡ് ലാൻഡ്, മാസ് ഫർണിച്ചർ ബഹ്റൈൻ, 4PM News, nothing new for tomorrow, Pinguros Beauty Salon, Salmania, Middle East Hospital, Kingdom of Bahrain, Vista Watches, Costume Courtesy, Dulhan.